കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രതികൂല സാഹചര്യത്തിലും ഇത്രയും പേർക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുവാനും ദൈവം നമുക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം അത് ജീവനും ചൈതന്യമുള്ളതാണല്ലോ. മാത്രമല്ല അനുദിന ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്നതും നമ്മെ സജ്ജരാക്കുന്നതും നമ്മെ ആത്മീക വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതും ദൈവത്തിൻ്റെ വചനമാണല്ലോ. കഴിഞ്ഞ ചില ക്ലാസ്സുകൾ വിവിധ വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പഠന വിഷയങ്ങളുടെ രണ്ടാമത്തെ വിഷയത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. മാനസാന്തരം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, മാനസാന്തരം ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്, ഏത് നിലയിലാണ് മാനസാന്തരത്തിൻ്റെ മാർഗങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് അതിനോട് തുടർമാനമായിട്ട് നാം ചിന്തിച്ച ഒരു വിഷയമാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ക്രിസ്തീയ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള ഒരു സത്യമാണ് മനസ്സ് പുതുക്കം പ്രാപിക്കുക എന്നുള്ളത്. ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയും അഭിവൃദ്ധിയും അത് മനസ്സ് പുതുക്കപ്പെടാത്തിടത്തോളം സംഭവിക്കുകയില്ല, അതൊരു നാളും സാധിക്കുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയുക. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനുദിന ജീവിതത്തിൽ ആത്മീക വളർച്ചയുടെ പന്ഥാവിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ആത്മീക വളർച്ചയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ ഒരു വിശ്വാസിക്ക് ആത്മീക വളർച്ച സാധ്യമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാകാം? ആ വ്യക്തി കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിലൂടെ, കർത്താവിനെ കൂടുതൽ അനുസരിക്കുന്നതിലൂടെ ആണ് അത് സംഭവിക്കുന്നത്. കർത്താവിന്റെ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ്. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ സ്വഭാവങ്ങൾ പകർത്തപ്പെടുന്നത്? അത് എൻ്റെ മനസ്സിന്റെ രൂപാന്തരത്തിലൂടെയാണ്, എൻ്റെ ദേഹിയിലെ വ്യതിയാനത്തിലൂടെയാണ്, അത് സ്വഭാവത്തിന്റെ രീതിയിൽ മാറ്റപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കാത്തിടത്തോളം ഒരു വ്യക്തിയുടെ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ രക്ഷ സാധിച്ചു കഴിഞ്ഞു, ദേഹിപരമായിട്ടുള്ള രക്ഷയുടെ പന്ഥാവിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അനുദിന വിശുദ്ധീകരണത്തിൽ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമേ അല്ല. നാം ആദ്യത്തെ വിഷയം പഠിച്ചപ്പോൾ മാനസാന്തരം എന്നുള്ള വിഷയം നാം പഠിച്ചു. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, കുറവുകൾ, പാപങ്ങൾ, അതിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഒരു മനംതിരിവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ യഥാസ്ഥാപനവുമാണ് മാനസാന്തരം. എന്നാൽ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസാന്തരത്തിന്റെ തലത്തിൽ മാത്രമല്ല, അത് ക്വാളിറ്റേറ്റീവിലാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലാണ്, അതിന്റെ മേന്മയിലാണ്. ഒരുപക്ഷെ മാനസാന്തരപ്പെടുവാനായിട്ട് ചിലപ്പോൾ എനിക്ക് ആവശ്യമില്ല എങ്കിൽ പോലും മനസ്സ് പുതുക്കപ്പെടുവാൻ ആവശ്യമുണ്ട്. ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിലേക്ക് പോകുമ്പോൾ മാനസികമായിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവപരമായിട്ട് കൂടുതൽ പുരോഗമിക്കുവാൻ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കപ്പെടുക എന്നുള്ളത് ആജീവനാന്തം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഒരു സുപ്രഭാതത്തിൽ സാധിക്കുന്ന ഒരു വിഷയം അല്ല. അത് ഓരോ ദിവസവും ഒരു വ്യക്തി എത്രത്തോളം മനസ്സ് പുതുക്കപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അവൻ പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, അവൻ വളർന്നുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് അനുരൂപരാകുന്ന പ്രക്രിയയില് ഒരു വ്യക്തിക്കും എന്തില്ല, ഒരു പൂർണ്ണത അവകാശപ്പെടുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം അവർ ക്രിസ്തുവിന്റെ സ്വഭാവം തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു എങ്കിൽ തന്നെയും വീണ്ടും കൂടുതൽ അനുരൂപരായിട്ട് തീരുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഇന്നും നാളെയും തീരുന്ന ഒരു പ്രക്രിയ അല്ല. ഇത് പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയുമായിട്ടുള്ള കൂട്ടായ്മ, വിശ്വാസികളുമായിട്ടുള്ള സജീവ ബന്ധം, ശുശ്രൂഷകളുടെ വ്യാപാരം, അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്കൊണ്ടില്ല എന്ന് പറയുന്നില്ല. ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നതും ദൈവത്തിന് നമ്മിൽ താല്പര്യമുള്ള വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഒന്നുകൂടെ കർത്താവിനോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. ഈ സത്യം നാം മനസ്സിലാക്കാതെ പോയാൽ ജീവിതത്തിൽ ഒരു നാളും ഒരു പുരോഗതിയും എന്തുണ്ടാകില്ല, ആത്മീകമായിട്ടുണ്ടാകുവാൻ സാധ്യമല്ല. പലപ്പോഴും നാം
ദൈവസന്നിധിയിൽ നിരാശപ്പെടുന്ന ഒരു കർത്താവേ, ഞാൻ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിൽ തന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആത്മീക വർധന ഉണ്ടാകുന്നില്ല, ആത്മീക വളർച്ച ഉണ്ടാകുന്നില്ല? രക്ഷിക്കപ്പെട്ട നാളിൽ ഏത് നിലവാരത്തിലിരുന്നോ അതിൽ കുറച്ചുകൂടെയൊക്കെ ചില പ്രകടമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അതിലപ്പുറമായിട്ട് മാനസികമായിട്ട് എനിക്ക് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ സാധിക്കുന്നില്ലല്ലോ. ഇത് ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും, എന്റെ ഉൾപ്പെടെ ഒരു വിലാപമായിരിക്കാം. എന്തുകൊണ്ടതൊരു വിലാപമായിട്ട് തീരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് പുതുക്കപ്പെടുക എന്നുള്ളത് അത് ബോധപൂർവം ചെയ്യേണ്ട, അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള അറിവ് നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. മനസ്സ് പുതുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി എക്സ്ചേഞ്ച് ഓഫ് അവർ തോട്ട്സ്, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് വിത്ത് ദി തോട്ട്സ്, പ്ലാൻസ് ആൻഡ് വാല്യൂസ് ഓഫ് ഗോഡ്. നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ മൂല്യങ്ങളും ഒക്കെ കർത്താവിന്റെ ചിന്തകളും പദ്ധതികളും കർത്താവിന്റെ മൂല്യവും നിലവാരത്തിലോട് എക്സ്ചേഞ്ച് ചെയ്യുക, മാറ്റപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായോ രൂപാന്തരപ്പെടേണ്ട ആവശ്യം? കർത്താവിന്റെ ചിന്തയോടൊപ്പം എന്റെ ചിന്ത അനുരൂപപ്പെടണം. കർത്താവിന്റെ പദ്ധതിയുമായിട്ട് എന്റെ വിശ്വാസങ്ങൾ പൊരുത്തപ്പെടണം. കർത്താവ് വില കൊടുക്കുന്ന കാര്യത്തിന് വില കൊടുക്കുവാൻ എനിക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും വളർച്ചയ്ക്കുള്ള ആവശ്യം ഉണ്ട്. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കർത്താവിനോട് അനുരൂപപ്പെടുവാൻ ആവശ്യമുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ചിന്തയിലേക്കും ക്രിസ്തുവിന്റെ മനസ്സിലേക്കും ക്രിസ്തുവിന്റെ ഹിതത്തിലേക്കും അല്ലെങ്കിൽ കർത്താവിന്റെ മൂല്യ നിലവാരത്തിലേക്കും എന്റെ മാനസികമായിട്ടുള്ള ജീവിതപരമായിട്ടുള്ള ചിന്തകളെയും അതുപോലെ എന്റെ വിശ്വാസങ്ങളെയും എന്റെ മൂല്യത്തെയും ഒക്കെ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതം എന്നിൽ ആയിത്തീരുക എന്നുള്ളത്. നാം സാധാരണ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ആ കർത്താവ് പഠിപ്പിക്കുന്ന വേളയിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇതെങ്ങനെയാ സാധിക്കുന്നത്? കർത്താവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണം. കർത്താവിന്റെ ഇഷ്ടമല്ലാതെ എന്തെങ്കിലും ഭൂമിയിൽ നടക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കർത്താവിന്റെ ഇഷ്ടം മാത്രമേ ഭൂമിയിൽ നടക്കുള്ളൂ. എന്നാൽ ആ പ്രാർത്ഥനയുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ, നിന്റെ ഹിതം ഭൂമിയിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൾ ആയ ഞാൻ നിന്റെ ഹിതത്തിന് അനുരൂപമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ സമർപ്പിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ഞാൻ എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ ഹിതം ഞാൻ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ സ്ഥാപിതമാകുകയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടൽ അത് സാധിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ പാരായണം, അതിന്റെ പഠനം, ആ വചനത്തിന് അനുഗുണമായിട്ടുള്ളൊരു ജീവിതം നാം കാഴ്ചവെച്ചാൽ, അതിനുള്ള പരിശ്രമം ഉണ്ടായാലേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടൽ സാധ്യമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ എന്താവശ്യമാണ്? ദൈവവചനം ആവശ്യമാണ്. ദൈവവചനം വായിക്കാതെയും പഠിക്കാതെയും അതിലെ കൽപ്പനകൾ സ്വാംശീകരിക്കാതെയും അത് പ്രാവർത്തികമാക്കാതെയും എന്ത് സംഭവിക്കില്ല? ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കുകയില്ല. ഇത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ വിചാരിച്ചു, എനിക്ക് കർത്താവിനെ പോലെ ആകണം. ഞാൻ ഏതെങ്കിലും ഒരു കോണിൽ ചെന്ന് മറ്റുള്ള വ്യക്തികളിൽ നിന്നെല്ലാം ബന്ധം വിട്ടിട്ട് കർത്താവിനോടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലും സഹവാസത്തിലും ഞാൻ ആയിരുന്നിട്ട്, കർത്താവെ, എനിക്ക് നിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം, നിന്റെ ചിന്തകൾ എന്റെ ചിന്തയിൽ വരണം എന്ന് ഞാൻ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു വിചാരിച്ചോളൂ. പ്രാർത്ഥനയിലൂടെ മാത്രം എന്ത് സംഭവിക്കില്ല? രൂപാന്തരം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടൽ സംഭവിക്കുകയില്ല. അതിന് ഏതാവശ്യമാണ്? ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ടു, ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ ഞാൻ ആരാണ്, എന്റെ ശരിയായിട്ടുള്ള ചിത്രം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? എനിക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിലൂടെ മാത്രമേ എന്റെ കുറവുകളെ എനിക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആത്മീക വളർച്ച വിശ്വാസിക്ക് സാധ്യമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ നാം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട. ഒന്ന് എന്ന് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടൽ നടക്കാത്തിടത്തോളം ആത്മീയ ജീവിതത്തിൽ എന്തില്ല? വളർച്ച ഇല്ല, വളർച്ച സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ള പ്രക്രിയ അത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. അത് പൂർണ്ണമായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എനിക്ക് ഇനി മനസ്സ് പുതുക്കലിന്റെ ആവശ്യമില്ല എന്ന് ആർക്കും പറയുവാനായിട്ട് സാധ്യമല്ല. മൂന്നാമത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിന്തയും എന്റെ വിശ്വാസങ്ങളും എന്റെ മൂല്യങ്ങളുമൊക്കെ ദൈവത്തിന്റെ ചിന്തയിലും ദൈവത്തിന്റെ ഹിതത്തിനും അധിഷ്ഠിതമായിട്ട് അതിന് സമർപ്പിക്കപ്പെടുകയും അതിന് അനുഗുണമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്, തിരുവെഴുത്തുകൾ, ദൈവത്തിന്റെ വചനം, അത് കൂടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സാധ്യമല്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായിട്ടുള്ള വാക്യമാണ്. ആ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ദൈവം സകല മനുഷ്യർക്കും, യോശുവയ്ക്ക് മാത്രമല്ല സകല വിശ്വാസികളോടുള്ള ബന്ധത്തിലും ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ്. നിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം നീങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ന്യായപ്രമാണം വായിക്കണം. 2, നീ അത് ധ്യാനിക്കണം. അല്ലേ? നീ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്താ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം വെറുതെ ഒരു 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 തമാശയായിട്ട് വായിച്ചു തീർക്കുക എന്നുള്ളതിനർത്ഥമല്ല. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ അത് ചലനമുണ്ടാക്കണം, അത് ധ്യാന വിഷയമാകണം, അതിനെക്കുറിച്ച് വിചിന്തനം ഡൈജസ്റ്റ് ചെയ്യണം, അത് എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. മാത്രമല്ല അതുപോലെ നീ പ്രമാണിച്ചു നടക്കണം, നീ അതിനനുസരിച്ച് ജീവിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ മേക്ക് യുവർ വേ പ്രോസ്പറസ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തുണ്ടാകും? അഭിവൃദ്ധി ഉണ്ടാകും, അല്ലെങ്കിൽ നിനക്ക് വളർച്ച ഉണ്ടാകും. മാത്രമല്ല യു വിൽ ഹാവ് ഗുഡ് സക്സസ്. അപ്പൊ വിജയത്തിനുള്ള മന്ത്രം എന്താണ്? സാധാരണ പഠിക്കുന്നവരൊക്കെ വിജയത്തിനുള്ള 8 വഴികൾ അല്ലെങ്കിൽ 10 വഴികൾ എന്നൊക്കെയുള്ള ചില ഷോർട്ട് കട്ട് ഫോർമുലാസ് ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. എന്താണ്? ദൈവത്തിന്റെ വചനം വായിക്കുക, പഠിക്കുക, അത് ധ്യാനിക്കുക, അത് മെഡിറ്റേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ജീവിക്കുക. നിശ്ചയമായിട്ടും എന്തുണ്ടാകും? ആത്മീക വളർച്ച ഉണ്ടാകും. മാത്രമല്ല മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം ഉണ്ടാകും. പാത്ത് ഓഫ് റിന്യൂവൽ. പുതുക്കത്തിനുള്ള വഴി, പുതുക്കത്തിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? 2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിയായ ചിന്തകൾ. നമ്മുടെ ചിന്താമണ്ഡലം, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആലോചിക്കുന്ന കാര്യങ്ങൾ ശരിയായ ചിന്തകൾ ആയിരിക്കണം. നമ്മുടെ ചിന്താമണ്ഡലം നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ചിന്തിക്കുവാൻ പാടില്ല. ചിന്തകൾ കാട് കയറുവാൻ പാടുള്ളതല്ല. സെറ്റിംഗ് അവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബോവ്, ഭൂമിയിലുള്ളതല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് മാത്രം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിന് പുതുക്കപ്പെടുവാൻ സാധ്യമല്ല. പിന്നെയോ ഉയരത്തിലുള്ളത്, സ്വർഗീയമായത്, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടാകും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് പകൽക്കാലം നമ്മൾ കൂടുതൽ പേര് റെസ്റ്റ് എടുത്തവരാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു? ആ ചിന്തിച്ച കൂട്ടത്തിൽ ആത്മീക വളർച്ചയ്ക്കായിട്ടുള്ള യേശു കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്? ഇന്ന് വരുവാനായിട്ട്, ബൈബിൾ ക്ലാസ് വരുവാനായിട്ട് നിങ്ങളുടെ അടുത്ത തീരുമാനം നല്ല തീരുമാനമാണ്. ഓക്കെ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവേ നിന്റെ സ്വഭാവം എന്നിലുണ്ടാകാൻ? എത്ര പ്രാവശ്യം പ്രകോപിക്കപ്പെട്ടപ്പോൾ മൗനമായിരുന്നു? എത്ര പ്രാവശ്യം പ്രകോപിക്കപ്പെട്ടപ്പോൾ മൗനമായിരുന്നു? എത്ര പ്രാവശ്യം നമ്മുടെ ചിന്തകളിൽ ഈ കേവലം ഭൗമികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം, എങ്ങനെ നേട്ടമുണ്ടാക്കാം, എങ്ങനെ സ്ഥാനമുണ്ടാക്കാം, എങ്ങനെ ലാഭമുണ്ടാക്കാം, നാളത്തെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ, ഇത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്തു? ചിന്തിച്ച് കാണും. ഇന്നത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച്. എന്നാൽ കർത്താവിന്റെ രൂപത്തോട് അല്ലെങ്കിൽ സ്വഭാവത്തോട് അനുഗുണമാകുന്ന എന്ത് കാര്യമാണ്, ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ സാധിച്ചോ? ചിന്താമണ്ഡലം. ഫിലിപ്പിയ ലേഖനത്തില് 4-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ചിന്തിക്കുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. ഒടുവിൽ സഹോദരന്മാരെ,
വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് സത്യമായത് ചിന്തിക്കണം. സത്യമായത് മാത്രമേ ചിന്തിക്കാവൂ. അസത്യത്തെക്കുറിച്ചുള്ള ചിന്ത പാടെ ഒഴിവാക്കണം. സത്യമില്ലാത്ത ഒരു കാര്യവും ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവരരുത്. ഇത് സത്യമല്ല എന്ന് എന്റെ മനസ്സിൽ അത് തോന്നുന്നുവെങ്കിൽ ആ സത്യമല്ലാത്ത കാര്യത്തെ താലോലിക്കുവാനും അതിനെ പിന്തുടരുവാനും പാടില്ല. സത്യമായത് മാത്രമേ ചിന്തിക്കാവൂ. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ല, ശരിയല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടേക്കൂ. ഘനമായത് എന്ന് പറയുമ്പോൾ അത് ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിസ്സാരമായിട്ടുള്ള കാര്യം, തമാശാരൂപത്തിലുള്ള കാര്യങ്ങളല്ല. പിന്നെയോ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ളത്. നീതിയായത് ചിന്തിക്കുക. പ്യുവറായിട്ടുള്ളത്, ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സ് മലിനമാകാറുണ്ട്. മലിനമാകുമോ? സാധാരണ നമ്മള് റോഡിൽ പോകുമ്പോൾ ഓടയിലൊക്കെ മാലിന്യം നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? മാറും അല്ലേ? നമ്മുടെ മനസ്സും ഇതേപോലെയുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ അത് ചേക്കേറിക്കഴിഞ്ഞാൽ, അത് കുന്നുകൂടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ വമിക്കുന്നത്? ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. പ്യുവറായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അശുദ്ധിക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടരുത്. എളുപ്പമാണ്. സാധാരണ ചിന്തിക്കാൻ സുഖമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ളതിനേക്കാളും ഇൻപ്യൂർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ഒരു വ്യക്തിയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയുന്നതാണോ ഏറ്റവും എളുപ്പം, അതോ ഒരു വ്യക്തിയുടെ നെഗറ്റീവ്സ് പറയുന്നതാണോ ഏറ്റവും എളുപ്പം? നെഗറ്റീവ്സ് പറയുന്ന. എന്തുകൊണ്ടാണ്? അതിലെന്തോ ഒരു സുഖമുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് നിർമ്മലമായത് ചിന്തിക്കുക, രമ്യമായത് ചിന്തിക്കുക. രണ്ട് വ്യക്തികൾ തമ്മിൽ അന്യോന്യം രമ്യപ്പെടാനുള്ള കാര്യമാണോ നാം ചിന്തിക്കുന്നത്, അതോ രണ്ടുപേരെയും തമ്മിൽ എങ്ങനെയും എന്ത് ചെയ്യണം? ഭിന്നിപ്പിക്കണം. ഏതാണ് സാധ്യത കൂടുതൽ? അനുരഞ്ജനത്തെക്കാൾ കൂടുതൽ ഭിന്നതയ്ക്കാണ് സാധ്യത ലോകപ്രകാരം കൂടുതലുള്ളത്. എന്നാൽ വിശ്വാസി എന്നുള്ള നിലയിൽ അനുരഞ്ജനത്തിനുള്ളത്, രമ്യതയ്ക്കുള്ളത് ചിന്തിക്കുക. സൽകീർത്തി, പുകഴ്ച, സൽഗുണം, ചിന്താമണ്ഡലം, റൈറ്റ് തിങ്കിങ്, ശരിയായ ചിന്തകൾ ആവശ്യമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശരിയായ മനോഭാവം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. നമ്മൾ മൈൻഡ് സെറ്റ് എവിടെയാണ്? മൈൻഡ് സെറ്റ് ഓൺ ദി സ്പിരിറ്റ്, നോട്ട് ഓൺ ഫ്ലഷ്. നമ്മുടെ മനസ്സ് ആരുടെ വശത്താണ് നിൽക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ രണ്ട് ഫോഴ്സസ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടക്കുന്നുണ്ട്. ടഗ് ഓഫ് വാർ. ജഡത്തിന്റെ അഭിലാഷം അത് എന്നെ തിന്മയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിന്റെ അഭിലാഷം ഇതെന്നെ നന്മയിലേക്കും ആത്മീയമായ കാര്യത്തിലേക്കും വലിക്കുന്നു. അപ്പൊ ഈ വടംവലിയുടെ മധ്യത്തിൽ ഞാൻ എന്നുള്ള വ്യക്തി ആരുടെ ഭാഗത്താണ് ചേർന്ന് നിൽക്കുന്നത്? ഇതാണ് അവിടെ അതിന്റെ ഉദ്ദേശം. മൈൻഡ് സെറ്റ് ഓൺ ദി സ്പിരിറ്റ്. ആത്മാഭിലാഷം ഉള്ളവരായിരിക്കുക. ജഡത്തിന്റെ അഭിലാഷത്തിന് കൂട്ടുപിടിക്കാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രൂപാന്തര പ്രക്രിയ, മനസ്സ് പുതുക്കപ്പെടൽ നടക്കുകയില്ല. എപ്പോഴും എന്തിന്റെ അനുഭവമായിരിക്കും? ആത്മീയമായിട്ട് പരാജയമേ സംഭവിക്കുള്ളൂ. ജഡാഭിലാഷം എപ്പോഴും ദൈവത്തോട് ശത്രുത്വമാണ്, അത് ആത്മാവിന് വിരോധമാണ്. അതുവഴി എന്തെങ്കിലും ആത്മീയ ഗുണം നമുക്ക് ഉണ്ടാകാമെന്ന് വിചാരിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതിന്റെ ഭാഗത്ത് ചെയ്യുന്നു? ആത്മാവിന്റെ ചിന്തയുടെ ഭാഗത്ത് ഞാൻ ലീൻ ചെയ്യുന്നുണ്ടോ, ഞാൻ ചായുന്നുണ്ടോ? അവിടെ ആയിരിക്കും തീരുമാനം ആ ഭാഗത്ത് വരുന്നത്. ഇനി ജഡത്തിന്റെ ഭാഗത്താണ് ഞാൻ ചായുന്നതെങ്കിൽ തീരുമാനം ഏത് ഭാഗത്ത് വരും? ജഡാഭിലാഷത്തിന്റെ ഭാഗത്ത് തീരുമാനം വരും. നിശ്ചയമായിട്ടും അത് പരാജയം തന്നെയായിരിക്കും. അപ്പോ എന്റെ ലീനിങ് എവിടെയാണ്? എന്റെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഞാൻ ഏത് ഭാഗത്താണ് ഞാൻ എന്റേതായിട്ടുള്ള നിലപാടുകൾ, തീരുമാനങ്ങൾ എടുക്കുന്നത്? ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. മൈൻഡ് സെറ്റ് എവിടെയാണ്? അത് ആത്മാഭിലാഷത്തിന്റെ ഭാഗത്ത് എന്റെ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ എനിക്കൊരു ചായ്വ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തത് റൈറ്റ് ഫീഡ്, ശരിയായ ഭക്ഷണം അല്ലേ? ശരിയായ ഭക്ഷണം, ആത്മീക ഭക്ഷണം ആവശ്യമാണ്. ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ അതിനോട് ചെന്ന് പറഞ്ഞു. നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ്. കർത്താവ് പരീക്ഷകനടുത്ത് വന്ന് പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാചിനോട് പറയുന്ന ഒരു മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും.
ഇപ്പൊ ദൈവമക്കൾക്ക് ഭക്ഷണം എന്തൊക്കെ വേണം? നമ്മുടെ ശാരീരിക പോഷണത്തിന് വേണ്ടി നിശ്ചയമായിട്ടും ഭക്ഷണം വേണം. അതിലൊരു കുറവും വരുത്തേണ്ടത് ഇല്ല. വേണം. ശരീരത്തിന് ആരോഗ്യം വേണം, ബലം വേണം, ജോലി ചെയ്യാനുള്ള അതിനുള്ള ശക്തി വേണം, ഉന്മേഷം വേണം. നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം, പോഷകങ്ങൾ കൊടുക്കണം. അതാവശ്യമാണ്. എന്നാൽ എൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്, പാവം. ശരീരത്തെക്കാൾ വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്, ശരീരത്തെക്കാൾ നിലനിൽക്കുന്നതാണ്, നിലനിൽപ്പുള്ളതാണ്, കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ്, കഴിവുകളുള്ളതാണ്. എൻ്റെ ആത്മീക മനുഷ്യന്, എൻ്റെ ദേഹിക്ക് ഞാൻ എന്ത് പോഷണമാണ് നൽകുന്നത്? ഫീഡിങ് അവർ മൈൻഡ്സ് വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്. അനേക വാക്യങ്ങളുണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. ദൈവത്തിന്റെ വചനം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന് പറഞ്ഞാൽ ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം ദൈവത്തിന്റെ വചനമാണ്. അതിനൊരു വാഞ്ച, ആഗ്രഹം. ഒരുപക്ഷെ നാം ദൈവവചന പഠനത്തിനായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ വാഞ്ചയും അത് തന്നെയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കണം, അല്ലെ? ഇവിടെ ആരും മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യം, ആ താല്പര്യം നമുക്കുണ്ടാകണം, ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അല്ലെ? സാധാരണ ചിലപ്പോൾ വചനം കേട്ട് ചിലപ്പോ ഒരു മടുപ്പൊക്കെ തോന്നും. സാധാരണ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇച്ചിരി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെടിപ്പുണ്ടാവും, അല്ലേ? പായസം നിങ്ങൾക്ക് എത്ര ഗ്ലാസ് കുടിക്കാൻ പറ്റും? ഒരു ഗ്ലാസ്സൊക്കെ കഷ്ടിച്ച് കുടിക്കാം, അല്ലേ? രണ്ടാമത്തെ ഗ്ലാസ് എന്ത് പറയുന്നു സ്റ്റാൻലി? രണ്ട് കപ്പൊക്കെ കുടിക്കുക, അല്ലെ? മൂന്നാമത്തെ കപ്പ് വേണ്ട, അല്ലെ? നല്ല സ്വീറ്റ് ആയിട്ടുള്ള ജിലേബി എത്ര എണ്ണം കഴിക്കാം? ഒരു പകുതിയൊക്കെ കഴിക്കാം, അല്ലെ? ഒരെണ്ണം, രണ്ടും മൂന്നും ഒക്കെ തച്ചിലിരുന്ന് കഴിക്കാൻ പറ്റുമോ? ഒരു മടുപ്പുണ്ടാവും. തിരുവെഴുത്ത് അതിനോട് ചില സമയത്തെങ്കിലും ഒരു ഒരു അലർജിയോ, അല്ല ഇത്രയൊക്കെ വേണോ? ഒരാഴ്ചയിൽ എത്ര വചന കേൾവി വേണോ? ഞായറാഴ്ച ഒരു നേരം ധാരാളം, സൺഡേ ക്ലാസ് അതൊന്നും വേണമെന്നില്ല. ചൊവ്വാഴ്ച ദൈവമക്കൾ എവിടെ കൂടിയാലും എന്തുണ്ട്? വചനമുണ്ട്. പ്രാർത്ഥനയ്ക്ക് കൂടിയാലും എന്തുണ്ട്? വചനം ഉണ്ട്. അത് ആവശ്യമാണ്. കാരണം അത് എത്രത്തോളം പോഷണം നമുക്ക് നൽകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. വചനം കൂടാതെ ഒരു വിശ്വാസിക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം 20 വർഷം വചനം വായിച്ചു. വചനത്തിലെ സകല കാര്യങ്ങളും എനിക്ക് കാണാപ്പാടാണെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് 21ാമത്തെ വർഷം ഞാനൊരു തീരുമാനം എടുത്തു. എന്താ? എനിക്ക് വചനം വായിക്കണ്ട. അങ്ങനെ തീരുമാനം എടുക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റുമോ? എത്ര വചന പരിജ്ഞാനമുണ്ടെങ്കിലും, വേദ പണ്ഡിതനാണെങ്കിൽ പോലും വചന പാരായണം കൂടാതെ അവന് ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഫീഡാണ് ഏതെന്ന് പറയുന്നത് ദൈവവചനം. ലോക മനുഷ്യർക്ക് അത് ആവശ്യമുണ്ടോ? അവർക്കത് ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ആവശ്യമില്ലാത്തത്? അവർക്ക് ഈ ശരീരത്തോട് ഉള്ള പ്രമാണങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ഇല്ല. ആത്മീയ കാര്യങ്ങൾ അവർക്ക് എത്ര കേട്ടാലും മനസ്സിലാകുന്നില്ല. ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ ഈ ഒരു ഭക്ഷണത്തിന്റെ ആവശ്യമുള്ളൂ. ദൈവവചനമാകുന്ന ഭക്ഷണം, അത് വചനമെന്ന മായമില്ലാത്ത, കലർപ്പില്ലാത്ത. പലപ്പോഴും ഈ കണ്ടാമിനേറ്റഡ് മിൽക്കുണ്ട്, നാച്ചുറൽ മിൽക്ക് അല്ലാതെ മായം ചേർത്ത മിൽക്കുണ്ട്, അല്ലേ? കിട്ടുമോ? നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. പല പാലും മായം ചേർത്തതാണ്. പാല് പോലെ ഇരിക്കും, വെളുത്ത നിറമായിരിക്കും, അതിന്റെ സാന്ദ്രതയും മറ്റു പാരാമീറ്റേഴ്സും ഒക്കെ പാല് പോലെ ആയിരിക്കും. പക്ഷെ ശരിക്കുമുള്ള പാല് ആയിരിക്കില്ല. ഏതൊക്കെ ചില പൊടികൾ ചേർത്ത് കലക്കിയാൽ എന്തുണ്ടാകും? പാല് പോലെയുള്ള സാധനം കിട്ടും. പക്ഷേ അത് കുടിക്കാൻ പറഞ്ഞിട്ടില്ല. കലർപ്പില്ലാത്ത വചനം, അത് നമ്മൾ ഭക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 8:10, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഇനി പാൽ കുടിക്കുമ്പോൾ ലളിതമായ ഭക്ഷണം, പോഷകഗുണമുള്ള ഭക്ഷണം മാത്രമല്ല, വചനത്തിൽ പരിചയമുണ്ടാകണം. വചനത്തിൽ കട്ടിയായിട്ടുള്ള ആഹാരം, ഇന്ദ്രിയങ്ങള് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർ കഴിക്കുന്ന ഭക്ഷണവും ആവശ്യമാണ്. ഇപ്പൊ തിരുവെഴുത്തുകൾ പലതരത്തിൽ നമുക്ക് ഭക്ഷിക്കാം, ലളിതമായിട്ട് ഭക്ഷിക്കാം, ആവശ്യമാണ്, അത് വേണം. എന്നാൽ എല്ലാ കാലത്തും ലളിതമായിട്ടുള്ള ചിന്തകൾ മാത്രമല്ല, വളർച്ചയുടെ ഭാഗമായിട്ട് കട്ടിയായിട്ടുള്ള ആഹാരവും വചനത്തിൽ നിന്ന് ഉണ്ടാകും. നാലാമത്തെ കാര്യം, ശരിയായ വിലയിരുത്തൽ, ശരിയായ അസസ്മെന്റ് ഉണ്ടാകണം. എന്തൊക്കെ അസസ്മെന്റാണ്? ആത്മീയ വിഷയങ്ങളെക്കുറിച്ച്, ദൈവിക വിഷയങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് ശരിയായ അസസ്മെന്റ് ഉണ്ടാകണം, ശരിയായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. അതിന് ഏതാവശ്യമാണ്? വചനമെന്ന കണ്ണാടി ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ചിത്രത്തില് എന്റെ ആത്മീക മനുഷ്യനെക്കുറിച്ച്, എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വേറെയുള്ളൂ, ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ദൈവവചനത്തിന്റെ മുമ്പാകെ എന്നെ തന്നെ പരിശോധിക്കുക, എന്നെ തന്നെ വിചിന്തനം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പൊരുതുലേഖനം അവസാനിപ്പിച്ചപ്പോൾ അതിന്റെ 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ. അപ്പൊ എന്നെ തന്നെ പരിശോധിക്കുവാൻ ആവശ്യമുണ്ട്. എങ്ങനെയാണ് എന്നെ തന്നെ പരിശോധിക്കുന്നത്? തിരുവെഴുത്തിന്റെ ആ വെളിച്ചത്തിൽ, തിരുവെഴുത്തിന്റെ ആ കണ്ണാടിയുടെ മുമ്പാകെ പരിശോധിക്കുവാൻ ആവശ്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 1:21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വചനം എപ്രകാരം ഒരു വ്യക്തിയെ കണ്ണാടി എന്ന പോലെ തന്റെ യഥാർത്ഥ ചിത്രം പ്രതിഫലിപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്ന് പോകുന്നു. ശ്രദ്ധിച്ചോണേ, ഞാൻ വചനം കേൾക്കുന്നു, ഈ വചനം ഞാൻ ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ വചനമാകുന്ന കണ്ണാടിയിൽ എന്റെ കുറവുകളെ കണ്ടിട്ട് ഞാനത് പരിഹരിക്കുന്നവനാണ്. അല്ലെ? സാധാരണ നമ്മുടെ ഫിസിക്കൽ, ഭൗതികമായിട്ടുള്ള മുഖം കണ്ണാടിയിൽ നോക്കി എന്തെങ്കിലും കുറവ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പരിഹരിക്കും. എന്തിനാ കണ്ണാടി നോക്കുന്നത്? കണ്ണാടിയിൽ എന്തിനാ നോക്കുന്നത്? മുഖത്തെന്തെങ്കിലും, ശരീരമൊക്കെ വസ്ത്രം കൊണ്ട് മറയ്ക്കും, എന്നാൽ മുഖം എന്ന് പറയുന്നത് എല്ലാവരും ആദ്യം നേരെ കാണുന്നത് മുഖത്തിലേക്കാണ്. ആ മുഖത്തിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ ഉണ്ടായിപ്പോയാൽ അല്ലെങ്കിൽ അഴുക്കുണ്ടായിപ്പോയാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടാ മുഖം നോക്കുന്നത്. മുഖം നോക്കുന്നത് അതിന്. പിന്നെ ഉടുത്ത വസ്ത്രമൊക്കെ നല്ലതാണോ, ഫിറ്റാണോ, സ്യൂട്ടാണോ എന്നൊക്കെ നോക്കണം. ഓക്കെ, ശരി. അതായത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ണാടിയിൽ നോക്കുന്നു. എന്നാൽ ഈ കണ്ണാടിയിൽ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയിൽ നോക്കണം. അതെന്തിനാ പിന്നെയും നോക്കുന്നത്? ഞാൻ കണ്ണാടിയിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ 5 വർഷം മുമ്പ് ഞാൻ കണ്ണാടിയിൽ നോക്കി, അത് പോരെ, എന്റെ മുഖം എങ്ങനെയാന്ന് എനിക്കറിയാം. എന്തിനാ പിന്നെ നോക്കുന്നത്? വീണ്ടും വീണ്ടും നോക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കിയിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ മുഖത്ത് എന്താണ് എന്നുള്ളത് ഞാൻ മറന്നു, പിന്നെയും വന്ന് ഞാൻ നോക്കും. അല്ലെ? ഒരു ദിവസം എത്ര യാത്ര ഉണ്ടെങ്കിലും യാത്രയ്ക്ക് മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയിൽ നോക്കും. രാവിലെ ഞാൻ ഒരുങ്ങി റെഡിയായതാണ്, ഇല്ല, കൂടെ നോക്കും. എന്തുകൊണ്ടാ? ഒന്നുകിൽ മറന്നു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ശുദ്ധീകരണത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് വചനം കേട്ടിട്ട് അത് ചെയ്യാതിരുന്നാൽ ഏതിനോട് തുല്യമാണ്? കണ്ണാടി നോക്കിയിട്ട് അല്പം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അങ്ങ് മറന്ന് പോകുന്നു. എന്നാൽ ചെയ്യുന്നവനെ കുറിച്ചോ? സ്വാതന്ത്ര്യത്തിൽ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. അപ്പോ വചനം സ്വീകരിക്കുക മാത്രമല്ല, കണ്ണാടിയിൽ നോക്കുക എന്നുള്ളത് മാത്രമല്ല. ആ നോക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? അത് രൂപാന്തരം വരുത്താൻ വേണ്ടിയിട്ടാണ്, അതനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ.
ചെയ്യുന്നവരായും ഇരിപ്പിൻ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അനേക വാക്യങ്ങൾ നമുക്കറിയാം. ഞാനൊന്ന് പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് വ്യക്തികളെ രൂപാന്തരം വരുത്തുന്നതാണ്, ദൈവവിശ്വാസീയമായ വചനമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് അത് പ്രയോജനമുള്ളതാകുന്നു. 119 സംഖ്യത്തിന് 9 വാക്യത്തില് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോ ബാലന്റെ നടപ്പ് ശരിയായ നിലയിലാകണമെങ്കിൽ വചനപ്രകാരം അതിനെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനമാണ്. അത് ആത്മാവിനെ, പ്രാണനെ, പിന്നെ സന്ധിമജ്ജകളെ. ആ പ്രയോജനം എവിടെയൊക്കെയാ? ആത്മാവിനെ തുളച്ചു ചെല്ലുന്നു, പ്രാണനെ മീൻസ് ദേഹിയെ, സന്ധിമജ്ജകളെ ദേഹത്തെ, ശരീരത്തെയും ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒക്കെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തനകളെ, ഭാവനകളെ വിവേചിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം കേട്ടാൽ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നത്? കുത്തുകൊള്ളുന്നത്. വേറെന്ത് കേട്ടാലും കുത്തുകൊള്ളത്തില്ല കേട്ടോ. പക്ഷെ ദൈവവചനം കേട്ടാൽ അത് ഹൃദയത്തിൽ കുത്തുകൊള്ളും. അത് വചനത്തിന്റെ കുഴപ്പം അല്ല, വചനത്തിന്റെ കാര്യമാണ്. അത് ചിന്തനകളെ എന്ത് ചെയ്യുന്നതാണ്? ഭാവങ്ങളെയൊക്കെ വിവേചിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ അയ്യോ ഭാവം തോന്നുന്നത്, ദുഃഖം വരുന്നത്. ചിലപ്പോൾ എന്ത് തോന്നും? അയ്യോ എന്നെക്കുറിച്ചാണോ? അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുന്നെങ്കിൽ പ്രിയമുള്ളവരെ, വചനം അങ്ങനെ നമ്മുടെ ചിന്തനകളെയൊക്കെ പരിശോധിക്കുന്നതാണ്. ഓക്കെ, മറ്റനേക വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവവചനം എന്റെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണമേ. നിന്റെ വചനത്താൽ എന്നെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ വചനത്തെ ഞാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായിട്ട് പരിഗണിക്കുന്നതായിട്ട് യോബ് പറയുന്നുണ്ട്. പഴയ നിയമ കാലത്ത് സമാഗമന കൂടാരത്തില് ഇങ്ങനൊരു ഉപകരണം അവിടെയുണ്ട്. പറയുന്നത് താമ്രത്തൊട്ടി അല്ലേ, അതിനെ ലേവർ എന്ന് പറയും. ഇത് ഏത് ഭാഗത്താണ് വെച്ചിരിക്കുന്നതെന്നറിയാം? സമാഗമന കൂടാരത്തിലെ പ്രാകാരത്തില് വാതില് കഴിഞ്ഞിട്ട്, ഗേറ്റ് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് ഹോമയാഗപീഠത്തിലാണ്. ആ യാഗപീഠവും കഴിഞ്ഞ് മറുവശത്ത് വലതുവശത്തായിട്ട് ഇരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പിച്ചളത്തൊട്ടി. എന്തിനാ ഈ പ്രാകാരത്തിൽ പിച്ചളത്തൊട്ടി വെച്ചിരിക്കുന്നത്? അവിടെയാണ് പുരോഹിതന്മാരും മറ്റു ദൈവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നവരുമൊക്കെ കൂടുതൽ മൂവ് ചെയ്യുന്ന സ്ഥലം. അവിടെയാണ് മൃഗത്തെ അറക്കുന്നത്, അവിടെയാണ് മൃഗത്തിന്റെ രക്തമെടുക്കുന്നത്, അവിടെയാണ് മൃഗത്തിന്റെ തോലൊരിക്കുന്നത്, അവിടെയാണ് ഇത് ദഹിപ്പിക്കുന്നത്, അവിടെയാണ് മൃഗത്തിന്റെ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റുന്നത് അല്ലെ. ആ കോർട്ടിനകത്ത് അല്ലെങ്കിൽ ആ പ്രാകാരത്തിനകത്ത് പുരോഹിതൻ പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പുരോഹിതന്മാർക്ക് അശുദ്ധി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവന്റെ കാലുകൾ കഴുകുവാൻ, അവന്റെ കൈകൾ കഴുകുവാൻ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമാഗമന കൂടാരത്തിലെ താമ്രത്തൊട്ടി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ? പുറപ്പാട് പുസ്തകം 38:8 നോക്കിയാൽ, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീകളുടെ ദർപ്പണങ്ങൾ. സഹോദരിമാര് അന്ന് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന, സഹോദരന്മാർ ഉപയോഗിച്ചോന്ന് എനിക്കറിയത്തില്ല, ഉപയോഗിക്കുമായിരിക്കും അല്ലെ. എന്താ ദർപ്പണം? ദർപ്പണം ഈ കാലത്തിലാണ് നമുക്ക് ഗ്ലാസ് ഉള്ളത് അല്ലേ. നമുക്ക് ഈ ആറന്മുള കണ്ണാടി എന്നൊരു കണ്ണാടിയുണ്ട്, അത് മെറ്റലാണ്. മെറ്റലാണ്, പ്യൂർ മെറ്റലാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ ദർപ്പണമായിട്ട് ഉപയോഗിച്ചിരുന്നത് താമ്രത്തിൽ വളരെ പോളിഷ് ചെയ്ത വളരെ ഫൈനായിട്ടുള്ള അതാണ് മുഖം നോക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതല്ല ഇന്ന് പോലെ പൊട്ടുന്ന ടൈപ്പുള്ള കണ്ണാടി, അല്ലെങ്കിൽ പുറകില് മെർക്കുറിയോ എന്തെങ്കിലുമൊക്കെ തേച്ച് അല്ലെങ്കിൽ കളർ തേച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മീഡിയം ആയിരുന്നില്ല. അന്ന് ഉപയോഗിച്ചിരുന്നത് മെറ്റൽ കൊണ്ടുള്ള, ലോഹം കൊണ്ടുള്ള, താമ്രം കൊണ്ടുള്ള ദർപ്പണമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഇങ്ങനൊരു താമ്രത്തൊട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ, മോശ പറഞ്ഞപ്പോൾ
അതിനാവശ്യമായിട്ടുള്ള താമ്രം ആരാ കൊണ്ടുവന്നേ? സഹോദരിമാരാ കൊണ്ടുവന്നത്. തങ്ങളുടെ ദർപ്പണങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ ദർപ്പണം ഉപയോഗിച്ചാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ താമ്രത്തൊട്ടി ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഈ ദർപ്പണം വളരെ റിഫ്ലക്റ്റീവാണ്. അതിന്റെ മുമ്പാകെ ചെല്ലുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ കുഴപ്പം ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല, അത് പരിഹരിക്കാനുള്ള മാർഗം എവിടെയുണ്ട്? ആ താമ്രത്തൊട്ടിയിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ താമ്രത്തൊട്ടി നമ്മൾ ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. അത് വർഷത്തിലൊരിക്കലല്ല, അനുദിന ജീവിതത്തിൽ. എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ദൈവവചനത്തിന്റെ അടുക്കൽ വരിക. അത് കണ്ണാടി പോലെ നമ്മുടെ കുറവുകളെ നമ്മോടത് പറയും. മാത്രമല്ല, അതിന്റെ പരിഹാരവും അവിടെ തന്നെ ദൈവവചനത്തിൽ ഉണ്ട്. കഴുകുവാനുള്ളതുണ്ട്, അല്ലെ? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ അവളെ വചനത്തോടുകൂടിയ ജല സ്നാനത്താൽ കഴുകി, അല്ലെ? വചനം ആകുന്ന ജലത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഒരു അനുഭവം ഇത് വിശ്വാസിക്ക് ആവശ്യമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനും മാനസാന്തരത്തിനും വചനം അത്യാവശ്യമാണ്. മനസ്സ് പുതുക്കപ്പെടുവാൻ, അത് ആത്മീക വളർച്ചയിലേക്ക് വരുവാൻ വചനം ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നതാകിയാൽ എന്റെ കുറവുകളെ പരിഹരിച്ച് മുന്നേറുവാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ വചനത്തിന് പല സിംബൽസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10 സിംബലുകളാണ് വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം നമ്മെ ശുദ്ധീകരിക്കുന്ന തീയാണ്. പൊന്ന് ഊതിക്കഴിക്കുന്നത് പോലെ ഈ വചനം നമ്മെ ശുദ്ധി ചെയ്യുന്നതാണ്. വചനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു, നിലത്ത് ഉരുക്കി 7 പ്രാവശ്യം സ്ഫുടം ചെയ്ത വെള്ളി പോലെയാണ് തിരുവെഴുത്തെന്ന് പറയുന്നത്. അപ്പോ സ്ഫുടം ചെയ്യുവാൻ, ഒരു ലോകത്തിലെ മാലിന്യം നീക്കുവാനായിട്ട് ഒരു മൂശാരി എങ്ങനെയാണോ അതിനെ സ്ഫുടം ചെയ്യുന്നത്? തീയുടെ അനുഭവം. 2, യെരമ്യാപ്രവചനം 23:29 അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, അല്ലെ? ചില സമയത്ത് ചുറ്റിക ആവശ്യമാണ്. നമ്മുടെ ഹൃദയം ചിലപ്പം കഠിനപ്പെട്ടു പോയാൽ എന്താ സംഭവിക്കുന്നത്? കഠിനപ്പെട്ടു പോയാൽ അതിനെ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ തീക്കും പിടിക്കത്തില്ല. പിന്നെ എന്ത് വേണം? അതിനെ അടിച്ച് തകർത്തേ പറ്റും, അല്ലേ? അതിന് വേറെ കൂടെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ഇത് കീറി മുറിച്ചിട്ടുണ്ട്, തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ചില സമയത്ത് ജലം കൊണ്ടുള്ള കഴുകലായിരിക്കാം. എന്നാൽ ചില സമയത്ത് ചില കഠിനതരമായിട്ടുള്ള വിഷയങ്ങൾ എത്രയും കാലമായിട്ടും അത് പരിഹരിക്കപ്പെടാതെ നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം ചുറ്റിക പോലെ പ്രവർത്തിക്കും. മിറർ ടു റിഫ്ലക്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. കണ്ണാടി പോലെയാണ്. സീഡ് ടു മൾട്ടിപ്ലൈ, അത് വളർച്ച പ്രാപിക്കുവാനായിട്ട് അതൊരു വിത്ത് പോലെ, വചനം വിത്ത് പോലെയാണ്. മാത്രമല്ല, വളർച്ചയ്ക്കായിട്ട് മഞ്ഞ് പോലെ, അതുപോലെ മഴ പോലെ. യെശയ്യാപ്രവചനം 55:10-11 വാക്യങ്ങൾ. ഇരുവായുത്തലയുള്ള വാള് നാം കണ്ടതാണ്. എബ്രായ ലേഖനം 4:12. ഇറ്റ് ഈസ് ഗോൾഡ്, തങ്കം പോലെയാണ്. നിങ്ങളെ ധനികനാകുവാൻ, അല്ലേ? അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാണ്, അല്ലേ? വേറെ ഒന്നുണ്ടല്ലോ, ധനികനാക്കുന്നത്. നമ്മെ ധനികനാക്കുന്നതാണ് വചനം. അത് തങ്കത്തേക്കാൾ വിലയുള്ളതാണ്. സങ്കീർത്തനം 19:7-11 വരെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അത് നമുക്ക് നറിഷ്മെന്റ് തരുന്നതാണ്, നമുക്ക് പോഷണം നൽകുന്നതാണ്, ഭക്ഷണമാണ്, നമ്മെ വഴി നടത്തുവാനായിട്ട് പാതയിൽ പ്രകാശമാണ്. മാത്രമല്ല, നമ്മെ കഴുകുവാനായിട്ട് താമ്രത്തൊട്ടിയിലെ ജലമാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് ശരിയായ മാതൃക, റൈറ്റ് സ്റ്റാൻഡേർഡ് നോക്കുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് നമ്മുടെ മുമ്പാകെ ഒരു വലിയ മാതൃകയുണ്ട്. ഫിൽ അവർ മൈൻഡ് വിത്ത് ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഏറ്റവും ഉദാത്തമായ ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് വിശ്വാസിയുടെ മുമ്പാകെ ദൈവം വച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിചാരിക്കുക, ഒരു സഭയിലെ വിശ്വാസി ആത്മീക വളർച്ചയില് ആ സഭയിലെ സുവിശേഷകനെ പോലെ ആയാൽ മതി. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭയിൽ വചനം പഠിപ്പിക്കുന്ന ആളിനെ പോലെ ആയാൽ മതി. അല്ലെങ്കിൽ സഭയിലെ മൂപ്പനെ പോലെ ആയാൽ മതി.
വേണ്ട, സൺഡേ സ്കൂൾ പഠിപ്പിക്കെങ്കിൽ സൺഡേ സ്കൂൾ സാറിനെ പോലെ ആയാൽ മതി, അധ്യാപകനെ പോലെ ആയാൽ മതി. അങ്ങനെയാണോ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കലുമല്ല. പൗലോസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു മാതൃക തനിക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവമക്കൾക്ക് വച്ചിരിക്കുന്ന മാതൃക അല്ലെങ്കിൽ ആ നിലവാരം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിലവാരമാണ്. ഫിലിപ്പിലേഖനം 2:5 ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ചലഞ്ചാണ്. യേശു ക്രിസ്തുവിന്റെ ഭാവം, മനോഭാവം നമ്മിലുണ്ടാകാനോ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നതിലൂടെ അനുദിനം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ പഠിക്കണം, ക്രിസ്തുവിന്റെ സ്വഭാവം പഠിക്കണം, ക്രിസ്തുവിന്റെ ഇടപെടലുകൾ പഠിക്കണം, ക്രിസ്തുവിന്റെ സംഭാഷണം പഠിക്കണം, ക്രിസ്തുവിന്റെ മനോഭാവം പഠിക്കണം. കഴിഞ്ഞ ദിവസം നാം കേട്ടതാണ്, ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് അരയിൽ തോർത്തും ചുറ്റിയിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ഒരു കർത്താവ്. ക്രിസ്തുവിന്റെ ഭാവം ഒന്ന് നോക്കണേ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കുവാനും അത്രേ വന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണോ സഹോദരന്മാരെ, സഹോദരിമാരെ? വിശ്വാസികളായ നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? പുതുക്കപ്പെടണോ? ക്രിസ്തുവിന്റെ മനോഭാവം എന്നിൽ വരണമെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ മനസ്സ് പുതുക്കപ്പെട്ടേ പറ്റും. ആ സ്വഭാവത്തിൽ ഓരോന്നും എടുത്തേക്കാം. അത് ഇച്ചിരി വലിയതാണല്ലേ. പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തോട് സംസാരിക്കുന്നു, ശത്രുക്കൾ ഒരുപക്ഷെ തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരോട് സംസാരിക്കുന്നു. വാദഗതിയിൽ യേശു കർത്താവ് ഏർപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളോട് സംഭാഷിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? ദരിദ്രരോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിന്റെ മനോഭാവം എങ്ങനെയാണ്? രോഗികളോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? മനസ്സലിയുന്ന കർത്താവ്. തന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ എന്ത് മനോഭാവമാണ് യേശു കർത്താവ് വച്ചു പുലർത്തിയത്? ബിഗ് സ്റ്റാൻഡേർഡ്. ദൈവമക്കൾക്ക് പകർത്തുവാനും വളരുവാനും ഉന്നതമായിട്ടുള്ളൊരു നിലവാരമാണ് യേശു കർത്താവാണ് നമ്മുടെ മുമ്പാകെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ആത്മീക വളർച്ചയ്ക്ക് ഓരോ ദിവസവും സ്കോപ്പുണ്ട്. എത്ര വളർന്നാലും ആ ഉന്നതമായിട്ടുള്ള തലത്തോളം എത്തുകയില്ല. എങ്കിലും എത്താനായിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ആവശ്യമാണ്. കർത്താവ്, ഇന്ന് നിന്റെ ഒരു സ്വഭാവം എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ആ സ്വഭാവം എങ്ങനെ പഠിക്കാം? ദൈവവചനം പാരായണം ചെയ്യുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ഇതെല്ലാ വായനയിലും നിങ്ങളുടെ ഒരു കൊറിയായിട്ട് ഇട്ടേക്കണം. എന്താ? ഇന്ന് ഞാൻ വായിച്ച 5 വാക്യത്തില്, കർത്താവേ, നിന്റെ സ്വഭാവം എന്നിൽ പകർത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ? എഴുതി വയ്ക്കുക. എല്ലാവർക്കും ഡയറി കിട്ടിയിട്ടുണ്ടല്ലോ, എഴുതി വയ്ക്കുക. കർത്താവ്, ഈ സ്വഭാവം എന്നിൽ ഇല്ല, ഞാനത് ഇന്ന് ഞാൻ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നു. വായിച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എന്താ കോപിക്കാനായിട്ടൊരു പ്രത്യേക സാഹചര്യം. ഡയറിയിൽ എഴുതി വെച്ചിട്ട് പുറത്തിറങ്ങിയുള്ളൂ. കർത്താവ് അപ്പൊ തന്നെ എന്ത് തന്നു? ഒരവസരം തന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ്? കർത്താവ്, ഞാൻ വായിച്ചപ്പോൾ ഈ സ്വഭാവം എന്നിൽ പകർത്താനായിട്ട് നീ എന്നോട് പറഞ്ഞു, ഞാനത് എഴുതി വയ്ക്കുകയും ചെയ്തു, എന്നെ നീ സഹായിക്കണമേ. അപ്പോഴാണ് ഭർത്താവ് ഭയങ്കരമായിട്ട് കോപിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യുക? ചിരിച്ചുകൊണ്ട് തിരിച്ച് നിൽക്കുക. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. ഈ ഭർത്താവിന് ഭയങ്കര ഇതെന്ത് പറ്റി, ഇവക്കെന്ത് പറ്റി, ഞാൻ എത്ര പ്രകോപിപ്പിച്ചിട്ടും പ്രകോപിതൻ ആകുന്നില്ലല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും വഴക്കങ്ങ് തീർന്നു. അതെ, ഞാനിന്ന് രാവിലെ വചനത്തിൽ വായിക്കപ്പോ എന്ത് പറഞ്ഞു? ഭർത്താവിനോട് ഇന്ന രീതിയിൽ കോപിക്കാൻ പാടില്ല എന്ന് കണ്ടു, അത് ഞാനൊന്ന് പ്രായോഗികമാക്കി എന്ന് പറഞ്ഞ് എപ്പോഴും എന്നോട് കോപിക്കരുതേ. ഞാൻ പറയുന്നത്, ഇത് പരിചയിച്ചാൽ അല്ലെങ്കിൽ പരിശീലിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? സ്വഭാവത്തിന് രൂപം. നമ്മൾ സാധാരണ പറയുന്നൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് ചില മുൻകോപക്കാരാണ്. അതിനെന്താ?
അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കോപമൊക്കെ വരും. ഇല്ല, അത് ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. അത് മാറ്റുവാനായിട്ട് ഒരു പദ്ധതി എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണത് സംഭവം. പ്രിയമുള്ളവരെ, ഇത് ഓരോ വിശ്വാസികളും ഞാൻ ഉൾപ്പെടെ ഒന്ന് പരിശീലിക്കാൻ ശ്രമിച്ചാൽ എന്തായാലും എല്ലാവർക്കും ഈ വർഷം ഡയറി കിട്ടിയിട്ടുണ്ട്. വചനധ്യാനത്തിന് നിങ്ങൾ എത്ര സമയം, 10 മിനിറ്റോ 5 മിനിറ്റോ 15 മിനിറ്റോ എത്രയോ ആയിക്കോളട്ടെ, അത്ര വായിച്ചാലും അതിനകത്ത് കർത്താവേ, യേശു കർത്താവേ, നിന്റെ ഒരു സ്വഭാവം എന്നെ കാണിക്കണം എന്റെ ജീവിതത്തിൽ പകർത്താനായിട്ട്. അത് ഞാൻ എഴുതി വയ്ക്കും, അടിയിൽ 2-3 വരയൊക്കെ ഇടും. എന്നിട്ട് ആ ദിവസം എന്ത് ചെയ്യും, ആ സ്വഭാവം പകർത്തുവാനായിട്ടുള്ള എത്ര സന്ദർഭം ഉണ്ടായാലും ആ സമയത്തൊക്കെ എന്ത് നഷ്ടം വന്നാലും സാരമില്ല, എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ശരിയായില്ല, ഒരു 10-100 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നാം കണ്ടിട്ടില്ലേ ചില മനുഷ്യരെ എത്ര പ്രകോപിപ്പിച്ചാൽ എന്ത് ചെയ്യില്ല, കോപിക്കില്ല, മിണ്ടാതെ ചിരിച്ചിട്ട് പോകും. അവർ തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടൊന്നുമല്ല. അവരുടെ ഉള്ളിൽ വേണമെങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്തിന്റെയോ അല്ലെങ്കിൽ ജഡത്തിന്റെയോ പ്രേരണയ്ക്കനുസരിച്ച് കോപിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ ജീവിതത്തിൽ പാകപ്പെടുത്തിയെടുത്ത സ്വഭാവമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓക്കെ, ക്രിസ്തുവിന്റെ ഭാവം അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. പ്രിയമുള്ളവരെ, ഇതാ യേശു ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളെ പരിചയിക്കുവാനും പകർത്തുവാനും ആവശ്യമുണ്ട്. പൗലോസ് ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് അവനെ അറിയണം, അവനെ എനിക്ക് നേടണം. ദാറ്റ് ഐ മേ നോ ഹിം, ഞാൻ അവനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ എനിക്ക് അനുഭവിച്ച് അറിയണം. അതിനു വേണ്ടിയിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ സകലവും ചപ്പും ചവറുമെന്ന് എണ്ണുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ സ്വഭാവവും അവന്റെ മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നാം അത് ഉപയോഗിക്കുക. അങ്ങനെ പകർത്തുമ്പോൾ ന്യായമായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ എന്തുണ്ടാകും, രൂപാന്തരം സംഭവിക്കും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഓരോ ദിവസം കഴിയുന്തോറും അനുദിനം കർത്താവിനോടൊപ്പം രൂപാന്തരപ്പെടുന്ന ജീവിതാനുഭവം ഉണ്ടാകും. സക്കായി യേശു കർത്താവിനെ കാണാൻ വന്നു. യേശു കർത്താവിനെ ഒരു ഫ്രെയിമിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത്. പിന്നെയോ അവിടെ വായിക്കുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. യേശു കർത്താവിന്റെ ഒരു ഗ്ലിംസ് അല്ല വേണ്ടിയത്. ആ ആഗ്രഹത്തോടുകൂടെ അവൻ കാഴ്ചയ്ക്ക് വേണ്ടി കാട്ടത്തിയുടെ മേൽ കയറി. ശരിയാണ്, അങ്ങനെ ആഗ്രഹിച്ച സക്കായിക്ക് ദൈവം കൊടുത്തതെന്താ, കർത്താവ് കൊടുത്തതെന്താണ്? എന്താ കൊടുത്തേ? എങ്ങനെയുള്ളവെന്ന് കാണാൻ വന്ന സക്കായിക്ക് യേശു എങ്ങനെയുള്ളവെന്ന് അറിയുവാനായിട്ട് അവസരം കർത്താവ് കൊടുക്കുകയാണ്. ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ പാർക്കുവാൻ പോവുകയാണ്. ഒരുപക്ഷെ അന്ന് രാത്രി, അന്ന് പകൽ, രാത്രി മുഴുവൻ കർത്താവിനോടൊപ്പം പാർത്തു. അയ്യോ, യേശു കർത്താവ് എങ്ങനെയാണ് ഇരിക്കുന്നത്, യേശു കർത്താവ് എങ്ങനെയാണ് നടക്കുന്നത്, യേശു കർത്താവ് എങ്ങനെയാണ് ചിരിക്കുന്നത്, ഇതൊക്കെ സക്കായി കണ്ടു. ആ കണ്ട മാത്രയിൽ തന്നെ തന്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. പ്രിയമുള്ളവരെ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുക. 2 ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട്, ഗുരു നീ എവിടെ പാർക്കും? അവൻ പാർക്കുന്നത് എവിടെയാണ്? അവനോടൊപ്പം വസിക്കുവാനുള്ള ആഗ്രഹം. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യേശു കർത്താവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. I bear in my body the marks of Jesus Christ. യേശു കർത്താവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ ചൂടടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. യേശു കർത്താവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിലുണ്ട്. ഞാൻ എവിടെ പോയാലും ഞാൻ യേശു കർത്താവിന്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാ? ആ ചൂടടയാളം. എന്താ ചൂടടയാളം? സാധാരണ മാർക്കറ്റില് എന്താ കശാപ്പിന് കൊണ്ടുപോകുന്ന മൃഗങ്ങളില് സാധാരണ പുറകില് ഒരു ചൂടടയാളം കാണും. അല്ലെങ്കിൽ നിങ്ങൾ പഴയ കാളവണ്ടിയിലെ കാളയൊക്കെ നോക്കുക, ആ കാളകളെ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന മാർഗം. അത് ഇന്ന് ചെയ്യാൻ പാടില്ല, അത് ശിക്ഷാർഹമാണ്. അന്നെങ്ങനെയായിരുന്നു കൊടുക്കുന്നത്? ഈ ചൂടടയാളം എന്ന് പറയുന്നത് ആ ഉടമസ്ഥൻ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്നത്. അത് കമ്പി പഴിപ്പിച്ച് അതിന്റെ തൊലിയിൽ പുറത്ത് കൊടുക്കുന്നത്. അത് തൂത്താലൊന്നും പോവുകയില്ല. ഒരുപക്ഷെ ഈ ചൂടടയാളം പണ്ട് അടിമകൾക്ക് ഉടമകൾ നൽകിയിരുന്ന ചൂടടയാളം.
ആ അടിമ എന്റേതാണ്. കാണുന്ന ആർക്കും അറിയാം, മോഷ്ടിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ല. ചൂടടയാളം ശരീരത്തിലുണ്ട്, അല്ലെ? നമുക്കറിയാമല്ലോ, ഒരടിമ തന്റെ റിലീസിനുള്ള സമയമായിട്ട് പോകുവാൻ മടിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കാത് കുത്തി തുളയ്ക്കണം. ആ തുള കണ്ടാൽ ആൾക്കാർ മനസ്സിലാക്കും ഈ അടിമ ഇതാ യജമാനന് വേണ്ടി ഡിവോട്ടഡ് ആണ്, തന്നെ തന്നെ വിട്ടുകൊടുക്കാം, സ്വതന്ത്രനാകുവാൻ താല്പര്യമില്ലാത്ത അടിമയാണ്. ഇന്ന് ആ തുള കണ്ടാൽ അറിയാൻ പറ്റുമോ? ഇതല്ല കർത്താവ് ഇന്ന് ചെവിയിൽ കാണുന്ന തുളയല്ല ഏതാ ഈ ചൂടടയാളം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ മാർക്ക് എന്റെ ശരീരത്തിൽ ഞാൻ. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, അവൻ വളരെയണം, ഞാനോ കുറയണം. നമ്മളൊരു പാട്ടിങ്ങനെ പാടാറുണ്ട്, നീ എന്നിൽ വളർന്നും ഞാൻ എന്നിൽ കുറഞ്ഞും, അല്ലെ? നീ എന്നിൽ വളർന്നു വരിക. റൈറ്റ് സൂപ്പർവിഷൻ, ശരിയായ മേൽവിചാരകത്വം, ശരിയായ കാവൽ, ശരിയായ നിയന്ത്രണം. 2 കൊരിന്ത്യർ 10:5 ക്രിസ്തുവിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. പൗലോസ് തന്നെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇതൊരു എന്തൊരു മല്ലയുദ്ധം പോലെ ഉണ്ടല്ലേ, മല്ലയുദ്ധം പോലെ ഉണ്ടല്ലേ. ക്രിസ്തുവിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഏത് ഉയർച്ചയെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഞാൻ പിടിച്ചടക്കി. മേക്ക് ഇറ്റ് സബ്മിസീവ്, ബ്രിങ്ങിങ് എവറി തോട്ട് ഇൻ ടു ക്യാപ്റ്റിവിറ്റി ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി അതിന് വിരോധമായിട്ട് പോകുന്ന എല്ലാ ചിന്തകളെയും എന്ത് ചെയ്യുകയാണ്? ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരിക, അത് അടിമത്തത്തിലേക്ക് കൊണ്ടുവരിക. 2 പേർ ഗുസ്തി മത്സരത്തിൽ മല്ലയുദ്ധം ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? എതിരാളിയെ പിടിച്ചടക്കുക, തന്ത്രത്തിൽ കുടുക്കുകളിലൊക്കെ അവരെ സബ്മിസ് ചെയ്യുക, മലർത്തിയടിക്കുക എന്ന് പറയുന്നത്, അല്ലെ? ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമമാണ്. ക്രിസ്തുവിന് വിരോധമായിട്ട് ഒരു ചിന്ത ഉയർന്നു വരുന്നു, അതിനെ വളരെ തന്ത്രത്താൽ അതിനെ എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി ഞാൻ പിടിച്ചടക്കുകയാണ്, ക്യാപ്റ്റീവ്. ഇത് പിടിച്ചടക്കിയില്ലെങ്കിൽ ഈ ചിന്ത എന്നിൽ തന്നെ ഉയർന്നു വരും. ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത, ക്രിസ്തുവിന് വിരോധമായിട്ടുള്ള ചിന്തകളും ഉയർച്ചകളുമായിരിക്കും അത്. അതൊരു പക്ഷേ എന്റെ ജഡത്തിന് ഇഷ്ടമായിരിക്കാം, ലോകത്തിന് അത് മാന്യതയായിരിക്കാം. പക്ഷെ ക്രിസ്തുവിനെ സംബന്ധിച്ച് അത് ക്രിസ്തുവിന് വിരോധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുകയാണ്? അതിനെ അടിമപ്പെടുത്തുകയാണ്. സൂപ്പർവിഷൻ. ഇവിടെ തലയ്ക്കൊരു പൂട്ടൊക്കെ ഇട്ടുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടു കാണും. ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും നിയന്ത്രണമില്ലാതെ പോയാൽ ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടാകാൻ സാധ്യമല്ല, മനസ്സ് പുതുക്കപ്പെടുവാൻ സാധ്യതയില്ല. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്. എന്റെ കണ്ണിനോട് ഞാനൊരു നിയമം ചെയ്തിരിക്കുകയാണ്. ആ നിയമം ഇയ്യോബ് എപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചില നിയമങ്ങള്, ചില പ്രമാണങ്ങള് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടലിനോടുള്ള ബന്ധത്തിൽ ചില പ്രമാണങ്ങളൊക്കെ എഴുതിയുണ്ടാകും. അത് നമുക്ക് വേണ്ടി, അത് എഴുതി സഭയിൽ പരസ്യപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ എന്റെ നിയന്ത്രണത്തിന് വേണ്ടി എഴുതിയുണ്ടാക്കുന്ന, തയ്യാറാക്കുന്ന റെസൊല്യൂഷൻസ്, തീരുമാനങ്ങൾ അതുണ്ടാകാൻ ആവശ്യമുണ്ട്. സദൃശവാക്യങ്ങൾ 4:23 Above all else guard your heart, for it is the wellspring of life. ജീവന്റെ ഉറവാകയാൽ ഹൃദയത്തെ എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇത് തന്നെ ചിന്താമണ്ഡലത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചില കാര്യങ്ങളെ നിയന്ത്രണത്തിന് വിധേയമാക്കുവാനുണ്ട്. റൈറ്റ് പെർസ്പെക്റ്റീവ്, ശരിയായിട്ടുള്ളൊരു മനോഭാവം. ഇവിടെ ഞാൻ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിലിപ്പിയിലെ 3:14 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് വന്നു. ശരിയായ ഒരു ലക്ഷ്യബോധം തനിക്കുണ്ട്, ഒരു പെർസ്പെക്റ്റീവ്, ഒരു വീക്ഷണം തനിക്ക് ഉണ്ട്. പൗലോസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? പിൻപിലുള്ളത് മറക്കുകയാണ്.
മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊള്ളുകയാണ്. എന്താ ഈ പിൻപിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞു? റിമൂവ് മെന്റൽ ബാഗേജസ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ചില ബാഗേജുകളുണ്ട്. ആ ബാഗേജുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന ചില ചിന്തകളാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു ആനയുണ്ടായിരുന്നു. ആനയുടെ കാലിൽ ഒരു ചെറിയ ചങ്ങല, നമ്മുടെ നായയൊക്കെ കെട്ടുന്ന ഒരു ചെറിയ ചങ്ങലയല്ലേ, അത് കെട്ടിയിട്ടില്ല. അപ്പൊ ഈ കാണാൻ വന്ന ആള് ഈ ആനയെ കണ്ടിട്ട് അത്ഭുതപ്പെടുത്തി. ഇത്രയും വലിയ ആന, ഇത്രയും ബലശാലിയായ ആനയെ എന്ത് ചെയ്യാണ്? പട്ടിയെ കെട്ടുന്ന ഒരു തൊടൽ, ഒരു ചെയിൻ, ഒരു ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. നമുക്കറിയാം എത്രമാത്രം ഫീബിളാണ്. വെറുതെ ഒന്ന് വലിച്ചാൽ അതങ്ങ് പോരും. പക്ഷെ ഈ ആന എന്ത് ചെയ്യുന്നു? ഈ ചങ്ങലയുടെ നിയന്ത്രണത്തിൽ അത് നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ചങ്ങലയുടെ നീളത്തിനപ്പുറത്ത് അത് പോവുകയില്ല, അതിന് താഴെ പിടിക്കും. ഇപ്പൊ ഈ ആനയെ നിയന്ത്രിക്കുന്ന ആളിനോട് ചോദിച്ചു, ഇത് വളരെ ബലം കുറഞ്ഞ ചങ്ങലയല്ലേ, ഈ ചങ്ങല കൊണ്ട് ആനയെ കെട്ടിയാൽ ആന നിൽക്കുമോ? ആനക്കാരൻ പറഞ്ഞത് ഇതാണ്. ഈ ആന ചെറുപ്പം മുതലേ ഈ സർക്കസ് കൂടാരത്തിലുള്ളതാണ്. ചെറുപ്പത്തില് ഇതിനെ നിയന്ത്രിച്ചിരുന്ന ചങ്ങലയാണ് ഏത് ചങ്ങല? ഈ ചങ്ങല. ഇനി ആന എത്ര വലുതായാലും എത്ര ബലം അതിനുണ്ടായാലും അത് ശീലിച്ചിരിക്കുന്നത് ഈ ചങ്ങലയ്ക്കുള്ളിലാണ്. ഇതിനപ്പുറത്തേക്ക് ഈ ആന പോവുക ഇല്ല. നമുക്കറിയാം, ആനയുടെ കാലില് ഒരു വടിയൊക്കെ എടുത്ത് ചാരി വെച്ച് കഴിഞ്ഞാൽ ആന അവിടെ നിൽക്കും. എന്തുകൊണ്ടാ നിൽക്കുന്നേ? അതിന്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് തന്റെ ചെറുപ്പകാലത്ത് തനിക്ക് കിട്ടിയ നിയന്ത്രണമാണ്. അത് ചെറുപ്പകാലത്ത് അതിനെ വലിച്ചിട്ടൊന്നും അത് പൊട്ടിയില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതിനെ പൊട്ടിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ബാഗേജാണ് തനിക്ക് ഉള്ളത്. പ്രിയമുള്ളവരെ, വിശ്വാസികൾക്കും ജീവിതത്തിൽ മുൻകഴിഞ്ഞ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങൾ ബാഗേജായിട്ട് കൊണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ബാഗേജിനെ എറിഞ്ഞു കളയുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടു, അവനോട് ഏറ്റുപറഞ്ഞു, അവനോട് പാപക്ഷമ പ്രാപിക്കുക. അങ്ങനെ പാപക്ഷമ പ്രാപിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ അതിനെന്തുണ്ട്? പരിഹാരം ഉണ്ട്. ആ പരിഹാരം ദൈവസന്നിധിയിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ബാഗേജ് നമുക്ക് ഒഴിവാക്കാം. ഇത് പിന്നെ തുടർന്ന് നമ്മുടെ വിശ്വാസത്തിലുടനീളം വീണ്ടും ഈ ഭാരം കൊണ്ടു നടക്കുവാൻ ആവശ്യമില്ല. നാം എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളഞ്ഞിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. പ്രിയമുള്ളവരെ, ബാഗേജുകൾ കൊണ്ട് ഓടുവാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ബാഗേജുകൾ ഇറക്കി വെച്ചിട്ട് പിൻപിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ അതും കൊണ്ടുപോകാനല്ല, അത് വിട്ടുകളഞ്ഞേച്ച് പോകാൻ. അത് കർത്താവിന്റെ മുമ്പാകെ ചെന്ന് അവനോട് പ്രാർത്ഥിച്ച്, അവനോട് അപേക്ഷിച്ച്, അവനോട് ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഫർഗീവ്നെസിന്റെ കോൺഫിഡൻസ് അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്, പുറകോട്ട് പോകാനല്ല. ഈ ഭാണ്ഡക്കെട്ട് നാം വീണ്ടും ചുമന്നുകൊണ്ട് നടന്നാൽ, ഇതിന്റെ അടിമത്തത്തിൽ നാം വീണ്ടും നിന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സാധ്യമല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനും സാധ്യമല്ല. എപ്പോഴൊക്കെ വചനമെടുക്കുമ്പോഴും കർത്താവേ, എന്റെ മുന്നിൽ ഇങ്ങനെ വലിയൊരു കറുത്ത പുക പോലെ, ഒരു മറ പോലെ എന്റെ പാപം നിൽക്കും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കർത്താവിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ക്ഷമിച്ചു തരും. എന്നിട്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യം. പൗലോസ് പറയുന്നത്, പിമ്പിലുള്ളത് മറന്നും മുന്നിലുള്ളതിന് ആഞ്ഞുകൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. യഹൂദാജനം ബാബേൽ പ്രവാസത്തിലായിരുന്നു. 137-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ. വി ഹാങ്ഡ് അവർ ഹാർട്ട്സ് അപ്പോൺ വില്ലോസ് thereof. ബാബേൽ നദികളുടെ തീരത്ത് ഞാനിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ കിന്നരങ്ങൾ അലരി വൃക്ഷങ്ങളിൽ തൂക്കി. ഞങ്ങളെ ബന്ധിച്ചു കൊണ്ടുപോയവരും ഞങ്ങളോട് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവിനെന്ന് പറഞ്ഞു. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? സങ്കീർത്തനം അങ്ങനെയാ പോകുന്നത്.
ഇതാ കിന്നരങ്ങൾ അലരി വൃക്ഷങ്ങളിൽ തൂങ്ങിയിരിക്കുകയാണ്. ആ കിന്നരങ്ങൾ നല്ല സംഗീതം കൊണ്ടുവരുന്നതായിരുന്നു, ഇവരെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ കിന്നരങ്ങളുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ്? ആ വൃക്ഷങ്ങളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ആ സംഗീതത്തിന് പകരം, ആനന്ദത്തിന് പകരം ഇപ്പോൾ അവർക്ക് എന്താണുള്ളത്? കരച്ചിലാണുള്ളത്. ഇതാ ഈ അലരി വൃക്ഷങ്ങൾ, വില്ലോ ട്രീസ്, അതിന്റെ തൊലിപ്പുറത്ത് നിന്ന് ഒരു പ്രത്യേക തൈലമുണ്ടാക്കിയെടുക്കും. അത് അവരുടെ രോഗത്തിന്, വേദനയ്ക്ക് ശമനം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇതാ അവരുടെ വേദനയ്ക്ക് ശമനമില്ല. അവർ ഇതാ വില്ലോ ട്രീസ്, അലരി വൃക്ഷങ്ങളുടെ കീഴിലാണ് ഇരിക്കുന്നത്. എന്നാൽ അത് മുഖാന്തരം അവരുടെ വേദന മാറുന്നില്ല. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ കിന്നരങ്ങൾ എവിടെ പോയി? ഗിലെയാദിൽ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? സിയോൻ പുത്രിക്ക് എന്തുകൊണ്ട് രോഗശമനം വരാതിരിക്കുന്നു, സൗഖ്യം വരാതിരിക്കുന്നു? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ സമീപത്തുണ്ട്. നമ്മുടെ ദുഃഖത്തിന്, നിരാശയ്ക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവ് നമ്മുടെ സമീപമുണ്ട്. നമ്മുടെ ക്രിസ്തീയ സന്തോഷം, രക്ഷയുടെ സന്തോഷം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി മുന്നോട്ട് നീങ്ങുവാൻ ആവശ്യമുണ്ട്. വീണ്ടും ബാബേൽ നദികളുടെ തീരത്ത് നാം കുടുങ്ങിപ്പോകരുത്. ബാബേൽ നദികളുടെ തീരത്തിരുന്ന് കരയുവാനല്ല, പിന്നെയോ ആ കിന്നരങ്ങളെടുത്ത് യഹോവയുടെ ഗീതം, സിയോന്റെ ഗീതം ഉച്ചത്തിൽ പാടുവാൻ, സന്തോഷിക്കുവാൻ ആവശ്യമുണ്ട്. എവിടെയായിരുന്നാലും, തടവിലോ പ്രവാസത്തിലോ പരദേശത്തോ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ദൈവമക്കൾക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശരിയായ പെർസ്പെക്റ്റീവ് ആവശ്യമാണ്. അവസാനമായിട്ട് ശരിയായ ഫലപ്രദമായിട്ടുള്ള അവസ്ഥ നമുക്ക് ആവശ്യമാണ്. നമ്മിൽ നിന്നുണ്ടാകേണ്ടത് ആത്മാവിന്റെ ഫലങ്ങളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദിരജയം. ഇത് മനഃപ്പാഠം പഠിക്കാനുള്ള ഒരു വാക്യമായിട്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കാറുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നത് അത് സ്വമേധയാ ഉണ്ടാകുന്ന ഫലമാണ്. ഫലമുണ്ടാകാൻ വേണ്ടിയിട്ട് കൃത്രിമത്വമൊന്നും നമുക്ക് കാണിക്കേണ്ടതില്ല. അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആ ഫലങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഇതാ ഒരു ജ്യൂസർ ഇരിപ്പുണ്ട്. ആ ജ്യൂസറിൽ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര സമ്മർദ്ദം ചെലുത്തിയാലും അതിന് പുറത്തു വരുന്ന എന്തായിരിക്കും? ഓറഞ്ച് ജ്യൂസായിരിക്കും. എത്ര സ്ക്യൂസ് ചെയ്താലും എന്താ വരുന്നത്? അതാ വരുന്നത്. പാവയ്ക്കാ നീര് വരുമോ ഓറഞ്ച് എടുത്ത് ജ്യൂസ് ചെയ്താൽ? പ്രിയമുള്ളവരെ, നാം വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സമ്മർദ്ദം ഉണ്ടായാലും, ഏത് പ്രകോപനമുണ്ടായാലും, ഏത് പരീക്ഷണങ്ങളുണ്ടായാലും നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നെങ്കിൽ, ഈ രീതിയിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നെങ്കിൽ പുറത്തു വരേണ്ടത് ഈ ഫലങ്ങൾ ആയിരിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ എന്ത് ഫലമാണ് നമ്മിൽ നിന്നുണ്ടായത്? എന്ത് റിയാക്ഷനാണ് നമ്മിൽ നിന്നുണ്ടായത്? നാം രക്ഷിക്കപ്പെട്ടവരാണ്, അതിന് തർക്കമൊന്നുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, ശരിയാണ്. എന്നാൽ എന്തേ എനിക്ക് മാറ്റം സംഭവിക്കുന്നില്ല? ഇന്നും രക്ഷിക്കപ്പെട്ട അതേ നാളിലെ ചിന്താഗതിയും മനോഭാവവും അതേ നിലവാരവുമൊക്കെ ഞാൻ വെച്ചു പുലർത്തുന്നു. എനിക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. എന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നു. പിന്നെയോ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വേഴ്സായിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കും ജഡീകന്മാരായി തുടരുവാനുള്ള സാധ്യതയുണ്ട്. ജഡത്തെ അനുസരിച്ച് എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ മുമ്പ് ആയിരുന്ന സമയത്ത് ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു നടന്നു. അതിനൊരു വ്യതിയാനം വിശ്വാസിയായി കഴിഞ്ഞാൽ ആവശ്യമാണോ? അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ, ദൈവവചനം അനുസരിക്കുന്നതിലൂടെ,
അതിൽ ധ്യാനിക്കുന്നതിലൂടെ, അതിന് ബോധപൂർവമായിട്ടുള്ള എഫേർട്ട് ഇടുന്നതിലൂടെ മാത്രമാണ് പുതുക്കം സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഹ്വാനം ഇതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. ലിവിംഗ് സാക്രിഫൈസ്, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. ഇതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുക, അതാണ് ശരിയായ ആരാധന. നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ദേഹത്തെയും ഒരുപോലെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ആരാധന. നോട്ട് ബീയിങ് കൺഫോംഡ് ടു ദിസ് വേൾഡ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ ഇരിക്കുന്നതിലൂടെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുക. ബൈ ബീയിങ് ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്, നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ലൗകികതയിൽ നിന്ന് ആത്മീകതയിലേക്കുള്ള പ്രയാണം നമ്മിൽ സംഭവിക്കും. അങ്ങനെ മനസ്സ് പുതുക്കിയാൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം എന്തെന്നറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാൻ ക്യാമ്പിൽ പോയിട്ട് കാര്യമല്ല, ആരോടെങ്കിലും ചോദിച്ചിട്ട് കാര്യമല്ല. ദൈവത്തിന്റെ ഹിതം നമ്മിൽ അറിയണമെങ്കിൽ ജീവിതത്തിൽ അനുദിനം രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡിസേൺ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടമേതാണ്, ഇഷ്ടമല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നല്ലത്, പ്രസാദമുള്ളത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടേ മതിയാവും. അങ്ങനെ ദേഹിയിൽ വരുന്ന രൂപാന്തരത്തിലൂടെ മാത്രമേ നമ്മുടെ സ്വഭാവങ്ങളിലും പരിചയങ്ങളിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ പുറമേയും അത് സ്വഭാവമായിട്ട് തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ പൂർണ്ണതയുള്ള അവസ്ഥയിൽ we can offer ourselves holy, spirit, soul and body as an act of worship to God. ഒരു ആരാധനയായിട്ട് സമർപ്പിക്കുക. സാധാരണ സാക്രിഫൈസ് അർപ്പിക്കുന്നത് സമ്പൂർണമായിട്ട് ദഹിപ്പിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടാണ്. അതിനെ കൊന്ന് രക്തമെടുത്തിട്ടാണ് അതിനെ തീയിലേക്ക് വയ്ക്കുന്നത്, സമ്പൂർണമായിട്ട് ഹോമയാഗം തീർത്ത്. എന്നാൽ നാം മരിച്ചിട്ടല്ല ആരാധന അർപ്പിക്കുന്നത്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ജീവനോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുക. സമർപ്പിക്കണമെങ്കിൽ ഹൃദയങ്ങളിൽ പരിവർത്തനം, ദേഹിയിൽ മനസ്സ് പുതുക്കപ്പെട്ട് സ്വഭാവത്തിലെ രൂപാന്തരം, അങ്ങനെ ആത്മാവും ദേഹിയും ദേഹവും ഉൾപ്പെടെ ദൈവത്തിന്റെ മുമ്പാകെ കാഴ്ചവെക്കുന്നതാണ് എന്ത്? ബുദ്ധിയുള്ള ആരാധന. റീസണബിൾ സർവീസ്, എഫക്റ്റീവ് വർഷിപ്പ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ച വന്ന് ചില പാട്ടുകൾ പാടി ചില ചിന്തകൾ പറഞ്ഞ് ആ ധ്യാന ചിന്തയോടുകൂടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ പറയുക എന്നുള്ളതാണ്. അധരബന്ധമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് അതിൽ തന്നെ തെറ്റൊന്നല്ല. എന്നാൽ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന റീസണബിൾ സർവീസ്, ജീവനുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ വളരെ ആവശ്യമുണ്ട്. പ്രാർത്ഥന ആവശ്യമുണ്ട്, വചനം ആവശ്യമുണ്ട്, സമർപ്പണം ആവശ്യമുണ്ട്. ചിലപ്പോൾ ചില അവസരങ്ങൾ പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം, സാരമില്ല. വീണ്ടും പരിചയിക്കുവാൻ, ഓരോ ദിവസവും കൂടുതൽ ദൈവത്തോട് അനുരൂപരായിട്ട് തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം പ്രിയമുള്ളവരെ.
ഇതാണ് ആത്മീക വളർച്ച. ഇതാണ് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകുന്ന ജീവിതാനുഭവം. കേവലം ചില ആചരണങ്ങളിലേക്ക്, ലീഗലിസത്തിലേക്ക് കടന്നു വന്നിട്ട് ചില പരിപാടികളിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒതുങ്ങുകയാണെങ്കിൽ, ചില പ്രകടനങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഒതുങ്ങുകയാണെങ്കിൽ, ദൈവത്തിന് അതിന്റെ മുമ്പാകെ യാതൊരു വിലയുമില്ല എന്നുള്ളത് നാം തിരിച്ചറിയും. നമ്മുടെ പ്രസംഗങ്ങളൊന്നും ദൈവത്തിന് വേണ്ട, നമ്മുടെ ടാലന്റുകളുടെ പ്രകടനമൊന്നും ദൈവത്തിന് വേണ്ട. ദൈവം കുനിഞ്ഞു നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. അവിടെ ഉണ്ടാകുന്ന മനോഭാവങ്ങളാണ്, അവിടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. കാൽവറി ക്രൂശിൽ തന്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ വീണ്ടെടുത്തതാണ്. ഒരു വലിയ വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ നാം നമുക്കുള്ളവർ അല്ല. നമുക്ക് തോന്നിയ വാസം ജീവിക്കുവാനുള്ള അനുവാദം ദൈവം തന്നിട്ടില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരമായിട്ട് നമ്മെ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മന്ദിരത്തിൽ ആരാധനയുണ്ട്, ആ മന്ദിരത്തിൽ ദൈവത്തിന് സമർപ്പണമുണ്ട്. അതാണ് ദൈവസന്നിധിയിൽ ഉയർന്നു കേൾക്കുന്ന, ഉയർന്നു ചെല്ലുന്ന ആരാധന. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതും സമർപ്പിക്കുന്നതും, ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ സ്വഭാവങ്ങളെ മനസ്സിലാക്കുന്നതും, ആ കാര്യങ്ങളെ ചെയ്യുന്ന ബോധപൂർവമായിട്ടുള്ള ശ്രമം. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് കഴിച്ചു എന്ന് കർത്താവ് ചോദിക്കുകയില്ല, നിങ്ങൾ എന്ത് മിച്ചം വെച്ചു എന്ന് ദൈവം ചോദിക്കുകയില്ല, നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് ദൈവം ചോദിക്കുകയില്ല, നിങ്ങൾ എത്ര പഠിച്ചു എന്ന് ദൈവം ചോദിക്കുകയില്ല. എത്രത്തോളം ക്രിസ്തുവിനോട് അനുരൂപരായിട്ട് രൂപാന്തരപ്പെട്ടു, ഇത് നിശ്ചയമായിട്ടും കർത്താവ് വിലയിരുത്തുമെന്നുള്ളതിന് സംശയമില്ല. അതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ സ്വീകരണം. പ്രിയമുള്ളവരെ, ഈ വചനം വളരെ ഗൗരവതരമായിട്ട് നാം ഉൾക്കൊള്ളുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതൊരു ഓപ്ഷൻ അല്ല, അതൊരു കൽപ്പനയാണ്. ദാറ്റ്സ് നോട്ട് ആൻ ഓൺ ടൈം ബിസിനസ്. അത് ഒരു പ്രാവശ്യം നടക്കുന്നതല്ല, ജീവിതത്തിൽ ഉടനീളം നടക്കുന്നതാണ്. അത് എന്റെ ചിന്തകളും എന്റെ ഇഷ്ടങ്ങളും എന്റെ തീരുമാനങ്ങളുമൊക്കെ ദൈവഹിതത്തിന്, നന്മയുള്ള പൂർണ്ണതയുള്ള ഹിതത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അത് ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ എന്നിൽ പകർത്തപ്പെടുന്നതാണ്. മാത്രമല്ല, അത് എന്റെ സ്വഭാവമായിട്ട് തീരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് വില കൊടുക്കേണ്ടതുണ്ട്, ഇതിന് ശ്രമം നടത്തേണ്ടതുണ്ട്, ഇതിനു വേണ്ടിയിട്ട് നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് നാം കരുതേണ്ടത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചിന്തകൾ പരിശോധനയ്ക്കും വിചിന്തനത്തിനും തിരുത്തലുകൾക്കും വേണ്ടി നാം ഉൾക്കൊള്ളുക. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.